ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നിങ്ങളുടെ ഒരു പഠിത്തത്തിന്റെ ബാക്ക് ടു ട്രാക്ക് വന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു കിടിലൻ ടൈം ടേബിളുമായിട്ടാണ്. നിങ്ങളുടെ മൺഡേ ടു സാറ്റർഡേ വരെയുള്ള ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു ടൈം ടേബിളുമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പരീക്ഷയൊക്കെ അടുത്ത സമയമായി. സി ബി എസ് സിക്കാണെങ്കിലും അതെ, 10ാം ക്ലാസ്സിനാണെങ്കിലും അതെ, എസ് എൽ സിക്കാർക്കാണെങ്കിലും അതെ, എല്ലാവർക്കും പരീക്ഷ വന്നു. അപ്പം നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഈ ടൈം ടേബിൾ ഒരു 3 സ്ലോട്ടായിട്ടാണ് തിരിച്ചത്. മൺഡേ ടു ട്യൂസ്ഡേ ഒരു സ്ലോട്ട്, അത് കഴിഞ്ഞിട്ട് വെനസ്ഡേ ടു തേഴ്സ്ഡേ വേറൊന്ന്, ഫ്രൈഡേ ടു സാറ്റർഡേ. സൺഡേ ഒരു സ്ലോട്ടും ഇല്ല. സൺഡേ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് വിനിയോഗിക്കാം. അപ്പോൾ മൺഡേയിൽ നിങ്ങൾ ഒരു 4 മണിക്കൂർ, മൺഡേ ടു ട്യൂസ്ഡേ നിങ്ങളൊരു 4 മണിക്കൂർ മാത്രം നിങ്ങൾ പഠിക്കാൻ മാറ്റി വെച്ചാൽ മതി. ബാക്കിയുള്ള 8 മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാം, പിന്നെ ഫാമിലി ടൈം എടുക്കാം, എല്ലാത്തിനും നിങ്ങൾക്ക് സമയം കണ്ടെത്താം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കോർ സബ്ജക്റ്റ് പഠിക്കാനുള്ളതാണ്. മൺഡേയും ട്യൂസ്ഡേ നിങ്ങൾ ആദ്യം 2 മണിക്കൂർ കോർ സബ്ജക്റ്റ് പഠിക്കണം. ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. മൊബൈൽ മാറ്റി വെച്ചേക്കണം. പിന്നെ അടുത്തെന്ന് പറയുന്ന 1 മണിക്കൂർ നിങ്ങൾ ലാംഗ്വേജിന് സ്പെൻഡ് ചെയ്യണം. ലാംഗ്വേജ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം അത് പല കുട്ടികളും മാറ്റി വെക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മാറ്റി വെക്കേണ്ട ഒന്നല്ല ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾ 1 മണിക്കൂർ ലാംഗ്വേജിന് സ്പെൻഡ് ചെയ്യണം. അടുത്ത 1 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സെൽഫ് സ്റ്റഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹോംവർക്കിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ. ഓക്കെ. അടുത്തത് നിങ്ങൾക്ക് വെനസ്ഡേ തൊട്ട് തേഴ്സ്ഡേ വരെയുള്ള ടൈം ടേബിളാണ്. വെനസ്ഡേ തൊട്ട് തേഴ്സ്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇതുപോലെ തന്നെ 2 മണിക്കൂർ കോർ സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂർ ലാംഗ്വേജ്, അത് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. ആൻസർ റൈറ്റിംഗ് നിങ്ങൾക്ക് എസെൻഷ്യൽ ആണ്. അത് സോഷ്യൽ സയൻസ് പോലൊക്കെയുള്ള സബ്ജക്റ്റുകൾക്ക് ആൻസർ റൈറ്റിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ UPSC ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ റൈറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അടുത്ത വരുന്നത് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ്. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേയിലും ഇതുപോലെ തന്നെ 2 മണിക്കൂർ കോർ സബ്ജക്റ്റ്, പിന്നെ അതായിട്ട് 1 മണിക്കൂർ ലാംഗ്വേജ്, അടുത്ത 1 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഹോംവർക്കോ പ്രോജക്റ്റോ ബാക്ക്ലോഗ്സോ എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ അടുത്ത 1 മണിക്കൂർ എന്ന് പറയുന്നത്. സൺഡേ നിങ്ങൾക്ക് അങ്ങനത്തെ ടൈം ടേബിൾ ഒന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺഡേ ഉപയോഗിക്കണം. റിവൈസ്, റിപ്പീറ്റ് ആൻഡ് റീവെയർ, അതാണ് സൺഡേ നിങ്ങൾക്കുള്ള ടിപ്പ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് 95% മാർക്ക് വാങ്ങിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നുണ്ടോ? ബൈ ബൈ.